നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ മുണ്ടേരിച്ചിറക്ക് സമീപം ആയിഷയുടെ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോൺ കവർന്ന പ്രതി പിടിയിൽ. ആസാം സ്വദേശി സദ്ദാം ഹുസൈനെയാണ് ചക്രക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതിയുമായി വീട്ടിലും രക്ഷപ്പെടാൻ ചാടിയ പുഴയിലും തെളിവെടുപ്പ് നടത്തി. മുണ്ടേരിമൊട്ടയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ സംശയകരമായി കാണപ്പെട്ടതിനെ തുടർന്നാണ് പോലീസ് ഒരാളെ പിടികൂടിയത്. ചോദ്യം ചെയ്യലിന് ശേഷം വൈകുന്നേരത്തോടെ തെളിവെടുപ്പിനായി പ്രതിയെ കവർച്ച നടന്ന വീട്ടിലും രക്ഷപ്പെടാൻ ചാടിയ പുഴയുടെ പരിസരത്തും താമസ സ്ഥലത്തും എത്തിച്ച് തെളിവെടുത്തു. താമസ സ്ഥലത്തെ മുറിയിൽ നിന്ന് ബാഗിൽ സൂക്ഷിച്ച നിലയിൽ വളകളും മാലകളും അടങ്ങിയ ആഭരണങ്ങളും മൊബൈൽ ഫോണുകളും അടങ്ങിയ മറ്റ് മോഷണ മുതലുകളും പോലീസ് കണ്ടെടുത്തു. ആസാം ബാർപേട്ട സ്വദേശിയായ സദ്ദാം ഹുസൈനെ ചക്രക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ ഭാഗ്യം കൊണ്ടാണ് മോഷ്ടാവിൽ നിന്ന് കുടുംബം രക്ഷപ്പെട്ടതെന്നും അന്യസംസ്ഥാന തൊഴിലാളികളെ പോലീസ് കൂടുതലായി നിരീക്ഷിക്കണമെന്നും കവർച്ചക്കിരയായ ആയിഷയുടെ ബന്ധുവും KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഫർഹാൻ മുണ്ടേരി പറഞ്ഞു. അതേപോലെ നാട്ടിൽ നിരവധി അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുകയാണ്. അവർ താമസിക്കാൻ കൃത്യമായ അവരിൽ പരിശോധന പോലീസ് അടിയന്തരമായി നടത്തണം. കാരണം ഇത് ഏതൊക്കെയോ നാട്ടിൽ നിന്ന് ആരൊക്കെയോ വരെയാണ്, ബംഗ്ലാദേശിൽ നിന്ന് വരെ ആൾക്കാർ കേരളത്തിലേക്ക് കുടിയേറി വരുന്നുള്ള പല ന്യൂസുകളും എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ട് അതിന് പരിഹാരം കൂടി ഗവൺമെന്റും പോലീസിന്റെ മേധാവികളും നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. SI-മാരായ വിശ്വനാഥൻ, ഷിജു, B സനൽകുമാർ, M സുധാകരൻ, CPO രജീഷ്, ASI രഞ്ജിത്ത് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.